പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിരിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. ഈ ദൈവത്തിന്റെ ഭാഗം നാം വായിക്കുമ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വിവിധമായ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്നതാണ്. പ്രതിസന്ധികൾ ഏറെ കടന്നു വരാം, പ്രശ്നങ്ങൾ കടന്നു വരാം, വെല്ലുവിളികൾ കടന്നു വരാം, നിന്ദകൾ കടന്നു വരാം, പരിഹാസങ്ങളും ഉപദ്രവങ്ങളും കടന്നു വരാം, മാരകമായ രോഗങ്ങൾ, മരണകരമായ അനുഭവത്തിലൂടെയൊക്കെ നാം കടന്നു പോകേണ്ടി വരും എന്ന് നാം ഇവിടെ തിരിച്ചറിയേണ്ടതാണ്. ഹല്ലേലൂയ. അപ്പം വിശ്വാസ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മെ എതിർക്കുന്ന അനവധി വിഷയമായി ശത്രു സൈന്യം നമുക്കെതിരെ എഴുന്നേൽക്കാം. ഹല്ലേലൂയ. അവിടെ വിശ്വാസികൾ നേരിടുന്ന ഈ പ്രതിസന്ധി അല്ലെ പ്രശ്നത്തെ കണ്ട് നീ ഭയപ്പെട്ടു പോകാതെ നാം എത്രമാത്രം ദൈവത്തോട് ചേർന്ന് വസിക്കാൻ കഴിയുമോ അത്രമാത്രം നാം ദൈവത്തോട് ചേർന്ന് നടക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിന് അടിസ്ഥാനമാക്കി അതിനെ ആധാരമാക്കി നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ചാലും ഹല്ലേലൂയ, അവർ നിങ്ങളെ അംഗീകരിക്കണം എന്നില്ല, നിങ്ങൾ പറയുന്നത് കേൾക്കണം എന്നില്ല. നിങ്ങൾ നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ അവർക്ക് മറ്റെന്തോ തലത്തിൽ അവനെ കണ്ടിട്ട് നിങ്ങളുടെ മേൽ ആക്ഷേപങ്ങൾ, നിങ്ങളുടെ മേൽ കുറ്റങ്ങൾ അടിച്ചു ചേർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കഷ്ടതയെ പീഡനം അഥവാ ഉപദ്രവം എന്നൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നാം കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ യേശു പഠിപ്പിച്ച ചില കാര്യങ്ങളുടെ നാം വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞത് ഹല്ലേലൂയ, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും ഹല്ലേലൂയ നിങ്ങളുടെ മേൽ എല്ലാ തിന്മയിൽ കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലെന്നാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ പറയുന്നത്. അതെ, കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ അതിനു മുമ്പിൽ നീ അടിപതറിപ്പോകാതെ, വിശ്വാസം ത്യജിച്ചു കളയാതെ, വിശ്വാസത്തിൽ പിന്നോക്കം പോകാതെ ആമീൻ നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരെ ഈ ജനം, ഈ കൂട്ടം, ഈ ലോകം ഇങ്ങനെ തന്നെ ചെയ്തുവെന്ന് യേശുക്രിസ്തു നമുക്കൊരു മുന്നറിയിപ്പ് തരുമ്പോൾ കർത്താവ് പറയാണ്, കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ അത് സന്തോഷിക്കണമെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നക്കെതിരെ വേദപുസ്തകം വായിക്കുമ്പോൾ ഇതേ അനുഭവത്തിലൂടെ പല ദൈവവചന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 22-ാമത്തെ വാക്യമൊക്കെ വായിച്ചാൽ അവിടെ ഇതിനെക്കുറിച്ച് ചില രീതികൾ അല്ലെ ഇതിനെക്കുറിച്ചുള്ള ചില സംഭവങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ആഡംബരമായി ജീവിക്കുക, ആഡംബര കാറുകളിൽ, വലിയ വലിയ സൗധങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ, വലിയൊരു കാരവാനിൽ ഒക്കെ നാം കയറി ഇറങ്ങി നടന്ന് ഉല്ലാസ കേന്ദ്രങ്ങളിൽ ഉല്ലസിക്കുന്നത് പോലെയുള്ള നല്ല ക്രൈസ്തവ ജീവിതം. ക്രൈസ്തവ ജീവിതം പട്ടുമെത്തയുടെ അനുഭവമല്ല. പിന്നെയോ ക്രൈസ്തവ ജീവിതം പറഞ്ഞാൽ മുള്ളും പറക്കാരെയും കൊണ്ട് നിറയപ്പെട്ട് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതാണ് വിശ്വാസ ജീവിതം. കർത്താവ് യേശുക്രിസ്തു തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. യേശു പാപം ചെയ്തിട്ടില്ല. യേശു ഒരു പാപിയായ മനുഷ്യനല്ല. അവൻ വിശുദ്ധനായിരുന്നിട്ടും ദൈവമായി ഇരുന്നിട്ടും മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നിട്ടും ഈ ലോകം യേശുവിനെ ക്രൂശിച്ചുവെങ്കിൽ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിതരെ, ഈ കാലഘട്ടത്തിൽ നമ്മെ എത്ര അധികം ഈ ജനം ക്രൂശിക്കും, എത്രയധികം മാത്രം ഈ ജനം നമ്മെ ഉപദ്രവിക്കും, നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങൾ തന്നതായിരിക്കാം, നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയാത്ത പ്രശ്നമായിരിക്കാം. പക്ഷേ അതിനെ എങ്ങനെ നേരിടണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ഭയപ്പെടരുത്. ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷിക്കണമെന്നാണ്. ഹല്ലേലൂയ. അപ്പം നാം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്, ചില പ്രതിസന്ധി സാഹചര്യങ്ങളുണ്ട്. അവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുകയല്ല. നിങ്ങളെ നടത്തുവാൻ, നിങ്ങൾ കാൽവത്തിന് തരുവാൻ, നിങ്ങളുടെ വലം കൈ പിടിക്കുവാൻ, നിങ്ങൾക്ക് ചാരി നിൽക്കുവാൻ, താങ്കളെ താങ്ങി നിർത്തുവാൻ യേശുവിൻ്റെ കരം നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ വിശ്വാസത്തിൽ വന്നതുകൊണ്ട്
യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചും സുവിശേഷം നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് പക്ഷേ നിന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയേക്കാം, നിന്റെ നന്മകൾ മുഴുവൻ അപഹരിച്ചേക്കാം, നിന്റെ സഹോദരങ്ങൾ നിന്നെ വെറുത്തേക്കാം, ദേശം നിന്നെ വെറുത്തേക്കാം, നിന്റെ സമുദായം നിന്നെ വെറുത്തേക്കാം. ഹല്ലേലൂയ. അങ്ങനെ അനവധി കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ പതറിപ്പോകരുത്. സമൂഹം ഒന്നടങ്കം നിനക്ക് നേരെ നിന്ന് ആക്രോശത്തിന് വാക്കുകൾ വിളിച്ചു പറഞ്ഞാലും ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, വിശ്വാസത്തിൽ നീ ഉറച്ചു നിൽക്കണം. ആമീൻ. യേശു ക്രിസ്തുവിന്റെ കാലശേഷം അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ കാലയളവിൽ അപ്പോസ്തലന്മാർ അനവധി കഷ്ടതകളെ, പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ നേരിട്ടു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതം തന്നെ പഠിച്ചാൽ താൻ കടന്നുപോയ മേഖലകൾ വളരെ ക്രൂരത നിറഞ്ഞതായിരുന്നു. എന്നിട്ടും വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വാനോളം ഉയർത്തി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതെ, നിങ്ങൾ തകർന്നു പോകുന്ന അനുഭവങ്ങളുടെ മരണം നിന്റെ കൺമുമ്പിൽ വന്നാലും ഹല്ലേലൂയ, നീ ഭയപ്പെടരുത്. എന്നെ കേൾക്കുന്ന പ്രശ്നം ഇന്നത്തെ കാലഘട്ടം നോക്കി വടക്കേ ഇന്ത്യയിലിട്ട് നോക്കിയാട്ട് ലോക രാജ്യത്തിന്റെ ഏത് ഭാഗങ്ങൾ നോക്കിയാലും ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാരും കന്യാസികളും ക്രൈസ്തവ പാസ്റ്റർമാർ വിശ്വാസികൾക്ക് അനേക പീഡനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. യാതൊരു ദയയില്ലാതെ അവരെ ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ നിങ്ങൾ അടിപതറിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഏത് പ്രതിസന്ധിയെയും സഹിപ്പാൻ മതിയായ ദൈവകൃപ ആമീൻ ദൈവം നമുക്ക് നൽകുമെന്ന് അപ്പോസ്തലപ്രവൃത്തി ഹല്ലേലൂയ ഒക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് അങ്ങനെ ചില സാഹചര്യങ്ങളുടെ കടന്നുപോയ സാഹചര്യങ്ങളിൽ പൗലോസിനോട് ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. അതെ, നമുക്ക് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ ഈ ലോകം നാം ഒന്നടങ്കം എഴുതിട്ടാലും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. കാരണം ലോകത്തെയും പാപത്തെയും സാത്താനെയും ഈ ലോകത്തിന്റെ വൈശാചിഷ്യത്തെ ജയിച്ച് മരണത്തെ ജയിച്ചു യേശു നമുക്ക് വേണ്ടി ഉയരത്തിലുള്ളത് കൊണ്ട് ആമീൻ നീ കടന്നു പോകുന്ന പ്രതിസന്ധികളെ അതിജീവിപ്പാൻ ദൈവം നിനക്ക് കൃപ നൽകും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കഴിഞ്ഞ കാലങ്ങളിൽ നീ കടന്നുപോയ സംഭവങ്ങളെ ഓർത്താൽ, നീ കടന്നുപോയ പാതകളെ ഓർത്താൽ, നീ ഏറ്റ മുറിവുകളെ ഓർത്താൽ, നീ ഏറ്റ പീഡനങ്ങളെ ഓർത്താൽ, ശാരീരികമായും മാനസികമായും ഒക്കെ നിന്നെ മറ്റുള്ളവർ ഉപദ്രവിച്ചത് ഓർത്താൽ ആമേൻ ഹല്ലേലൂയ, ഒരുപക്ഷെ നീ വിശ്വാസത്തിൽ പോലും നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ നിനക്ക് പീഡനങ്ങൾ കടന്നു വന്നിട്ടില്ലേ? എങ്കിലും നിന്നെ നിലനിർത്തിയത് ആരാണ്? യേശുവാണ്. അതുകൊണ്ടാണ് ഈ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും സൂക്ഷ്മതയുള്ളവരുമായിരിക്കണമെന്ന്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ഈ വിശ്വാസത്തിൽ തകർന്നു പോകാതെ ഉറച്ചു നിൽക്കണമെന്ന് ഹല്ലേലൂയ. 1 പത്രോസ് ലേഖനം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് മഹത്വമാണുള്ളത്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം എന്ന് അവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതേസരി ഇവിടെ നാം ദൈവത്തിന്റെ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ ഹല്ലേലൂയ. അപ്പൊ നന്മ ചെയ്തിട്ട് നിങ്ങൾ കഷ്ടം സഹിച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ വേലക്കാർ എന്ന് പറയുന്നത് വീട്ടിലെ അടിമകളെ ഉദ്ദേശിച്ചാണ്. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്ന വിശ്വാസി ഒരു അടിമയെ പോലെ മൂർഖന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കണമെന്ന് പത്രോസ് പറയുക. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി മൂർഖന്മാരായിരിക്കുന്ന വ്യക്തികൾക്ക് യജമാനന്മാർക്ക് അടങ്ങിയിരിക്കണമെന്ന് ഇന്ന് പകൽ കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയട്ടെ, ക്രൈസ്തവ ജീവിതം മുള്ളും പറക്കാരെ കൊണ്ട് നിറയപ്പെട്ടതും കഷ്ടങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതുവാ. യേശു തന്നെ പറഞ്ഞിട്ട്, എന്നെ അനുഗമിക്കുന്നവൻ ഒരുവൻ അനുഗമിച്ചാൽ തന്നെ താൻ ത്യജിച്ച് എൻ്റെ ക്രൂശിൽ തന്നെ അനുഗമിക്കട്ടെ. അതേ പ്രിയരെ, ഇവിടെ പീഡയുണ്ട്, പ്രയാസമുണ്ട്, നിന്ദകളുണ്ട്. നിങ്ങൾ എല്ലാ വിധത്തിലും കഷ്ടം സഹിക്കാതെ നിനക്കൊരു പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ എൻ്റെ മുമ്പിൽ പതറിപ്പോകാതെ കർത്താവേ ഉറച്ചു നിൽപ്പാൻ, ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽപ്പാൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ കൃപ കൊടുക്കണമേ. തളരുവാട്ടയാകരുത്. സകലത്തിന്മേലും ദൈവനീതി വെളിപ്പെടുത്തിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.